السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل رسول الله وآله وصحبه وعترته ومن والاه وبعد. ആദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഗുണകാംക്ഷികളെ, അല്ലാഹു ഈ പുണ്യ മാസത്തിൽ നാം അർപ്പിച്ചിട്ടുള്ള വളരെ ചെറിയ അമലുകൾ വളരെ വലുതായി കണക്കാക്കി അവൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ പ്രതിഫലം തന്ന് നമ്മയ്ക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. തആലൗ നുഅ്മിൻ സാഅ, വരിക നമുക്കൊന്ന് വിശ്വസിക്കാം, ഒന്ന് ഈമാൻ കൊള്ളാം എന്ന ശീർഷകത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. നമ്മൾ മുസ്ലിങ്ങളാണ്, മുഅ്മിനീങ്ങളുമാണ്. ഇസ്ലാം കർമ്മങ്ങളാണ്. കർമ്മം ചെയ്യുക എന്നത് ഒരു വേള ആശ്വാസകരമായ കാര്യമാണ്. അത് ഒഴുക്കിനൊത്ത് നമ്മളറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അതേസമയത്ത് കർമ്മങ്ങളുടെ ആത്മാവ്, ഈമാൻ, അത് സ്വാംശീകരിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ പണിയാണ്. മനസ്സാന്നിധ്യം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഈമാനിനെ കുറിച്ചാണ് നമ്മൾ ധാരാളമായി മനസ്സിലാക്കേണ്ടത്. കർമ്മങ്ങൾ ചെയ്യാൻ മനസ്സാന്നിധ്യം ആവശ്യമില്ല. മനസ്സാന്നിധ്യം എന്തിലും വരുത്തുക, അല്ലെങ്കിൽ ഈമാൻ വരുത്തുക എന്നതാണ് പ്രധാനം. നമ്മൾ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്നത് നീയത്തനുസരിച്ചാണ്. നീയത്തില്ലെങ്കിൽ പിന്നെ നടക്കുന്നതൊക്കെ കേവല ശാരീരിക പ്രവർത്തനങ്ങളായി ചുരുങ്ങിപ്പോകും. നമ്മൾ നമസ്കരിക്കുന്നു. നമസ്കാരം എന്ന് പറയുന്നത് ഏതാനും ശാരീരിക ചലനങ്ങളാണ്. ആ ചലനങ്ങൾ വിശ്വാസമില്ലാതെ തന്നെ ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ജോലിക്കാർ ധാരാളമായി സാഷ്ടാംഗം നമിക്കുകയും തല കുനിക്കുകയും നേരെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നിസ്കാരാവില്ല. അതിൻ്റെ പിന്നിൽ ഈമാൻ വേണം. ഇത് നമുക്കൊക്കെ നല്ല ബോധ്യമുള്ള കാര്യമാണ്. ഇസ്ലാം സമഗ്രമായ ഒരു ജീവിത പദ്ധതിയാണ്. ജീവിതത്തെ ആകെ ഇസ്ലാമീകരിക്കുക അഥവാ ഈമാൻ ഉള്ളതാക്കി തീർക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ പദ്ധതി. നമുക്ക് ഭക്തി അനുഷ്ഠിക്കാൻ നന്നായിട്ട് അറിയാം. ഭക്തിയുള്ളതുപോലെ പെരുമാറുക. ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി യഹ്യ എന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ മുതസവ്വിഫത്തിനെ കുറിച്ച് ആ ഗ്രന്ഥത്തിൽ ഉടനീളം പ്രതിപാദിക്കുന്നുണ്ട്. മുതസവ്വിഫത്ത് സൂഫി വേഷം കെട്ടിയ ആൾക്കാർ. വേഷം കെട്ടി എളുപ്പമുള്ള കാര്യമാണ്. ചിലരെ പോലെ വസ്ത്രം ധരിക്കുക, ചിലരെ പോലെ അംഗവിക്ഷേപങ്ങൾ നടത്തുക, ഭാവഹാവാദികൾ പ്രകടിപ്പിക്കുക. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. മാംസവും രക്തവും അള്ളാഹുവിങ്കിലേക്ക് എത്തുന്നില്ല, ഭക്തിയാണ് അള്ളാഹുവിങ്കിലേക്ക് എത്തുന്നത്. അള്ളാഹു നിങ്ങളുടെ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദിക്കും വലാ ഇലാ അഅ്മാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ഹൃദയത്തിലുണ്ടോ എന്നാണ് അള്ളാഹു നോക്കുന്നത്. കാണുമ്പോൾ എങ്ങനെയുണ്ട്? ആദരണീയത തോന്നുന്ന വലിയ പാണ്ഡിത്യമുള്ള ആളായിട്ട്, ഭക്തിയുള്ള ആളായിട്ട് ഒക്കെ കാണുമ്പോൾ തോന്നുന്നു. ആ വേഷം സ്വീകരിക്കാൻ ഒരു പ്രയാസമില്ല. ജീവിതത്തിലുടനീളം ഇത് കാണണം. ഇപ്പൊ നമുക്ക് വേഷം കെട്ടാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല.
വേഷം കെട്ടി നടക്കുന്ന ആളുകൾക്ക് ജീവിത സൗകര്യങ്ങൾ നമ്മളൊക്കെ കൂടുതൽ കൊടുക്കാനും തയ്യാറാണ്. ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും വേഷം കെട്ടൊഴിവാക്കി തനത് ഈമാൻ, ഭക്തി, അള്ളാഹ് എന്നുള്ള ചിന്ത നമ്മൾ കൊണ്ടു നടക്കണം. എങ്കിൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ പറയാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായി, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായി മനമില്ലാ മനസ്സോടെ ചുമതലയേറ്റ് ആദ്യം ചെയ്ത പ്രസംഗത്തിൽ പറയുകയുണ്ടായി. പലതും പറഞ്ഞിട്ടുണ്ട്, ഇത് ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. നിങ്ങൾ എന്നെ എൻ്റെ തലയിൽ വെച്ച് കെട്ടിയതാണ് എന്ന് ഏകദേശം ധ്വനി വരുന്ന തരത്തിൽ അധികാരം കിട്ടിയതിൽ ഒട്ടും താല്പര്യമില്ല എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളിൽ അത്യുത്തമനൊന്നുമല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, ചെറിയ കാര്യങ്ങൾ എന്നാൽ വലിയ കാര്യങ്ങൾ. നിങ്ങളുടെ വരുമാനങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളിൽ ദുർബലൻ എന്റെ മുന്നിൽ പ്രബലനായിരിക്കും, അവന് കിട്ടേണ്ടത് കിട്ടുന്നത് വരെ. നിങ്ങളിലെ പ്രബലർ എന്റെ മുന്നിൽ ദുർബലരായിരിക്കും, അവന് കൊടുക്കേണ്ടത് കൊടുക്കുന്നത് വരെ. വരുമാനങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ നോക്കണം. മാരണവിദ്യയും മറ്റും നടത്തി അവിഹിത സമ്പാദ്യങ്ങൾ സമ്പാദിക്കുന്ന ആളുകൾ തെറ്റായ സമ്പാദനമാണ് നടത്തുന്നത് എന്ന് തിരിച്ചറിയണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിഹിത വഴിയിൽ സംഭരിച്ചിട്ടുള്ള ആഹാരം, സൗകര്യങ്ങൾ അനുഭവിക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിന്റെ മണം പിടിക്കാൻ പറ്റൂല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യം, ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ജീവിതമാണ്. തലമുറകളൊക്കെ വഴിതെറ്റി പോകുന്നത് ജീവിതമാർഗം അന്വേഷിച്ചാണ്. MDMA അതിന്റെ കാരിയർമാരായിട്ടും മറ്റും ആളുകൾ വർക്ക് ചെയ്യുന്നു, കുട്ടികൾ വർക്ക് ചെയ്യുന്നത് പണം സമ്പാദിക്കാനാണ്. എല്ലാം സമ്പാദനത്തിന് വേണ്ടിയാണ്. ദീനീ പ്രവർത്തനം പണസമ്പാദനത്തിന് വേണ്ടിയാണ്. വിദ്യാലയങ്ങൾ നടത്തുന്നത് പുസ്തകം വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ, പള്ളികളൊക്കെ സജീവമാണ്, പക്ഷെ സന്മാർഗമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ എല്ലാം പണത്തിനു വേണ്ടി എന്നായിട്ടുണ്ട്, താൽക്കാലിക സുഖത്തിനു വേണ്ടി എന്നായിട്ടുണ്ട്, ക്ഷണികമായ നേട്ടത്തിന് വേണ്ടി എന്നായിട്ടുണ്ട്. ഈ ഒരു ദുരന്തം നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തം നമ്മുടെ അന്തസ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ജീവിതം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വാപ്പയെ വിശ്വസിക്കാൻ മക്കൾക്ക് പറ്റില്ല, മക്കൾക്ക് വാപ്പയെ വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വല്ലാത്തൊരു ദുരന്തത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് സമ്പാദ്യം ദുനിയാവിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിക്കുറിക്കേണ്ടതുണ്ട്. ആ ദിശയിൽ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം പറഞ്ഞതുപോലെ മനമില്ലാ മനസ്സോടെയാണ് രണ്ടാം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യത്തിന്റെ ഭരണ ചുമതല ഏൽക്കുന്നത്. അവരുടെ ഒരു വീട് തന്നെ അങ്ങനെയായിരുന്നു. മുൻഗാമിയുടെ മയ്യിത്ത് സംസ്കരണ കാര്യങ്ങൾ, സുദീർഘമായ ഉറക്കമിളപ്പും കഠിന ശാരീരിക അധ്വാനവും ഒക്കെ എല്ലാം കഴിഞ്ഞ് വീട്ടിലൊന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഒന്ന് വിശ്രമിക്കാൻ ഒരുങ്ങിയപ്പോ ഒരു ഡിഗ്രി പ്രായക്കാരൻ അല്ലെങ്കിൽ SSLC പ്രായക്കാരൻ മകൻ എന്താണ് അങ്ങ് ഉറങ്ങാൻ പോകുന്നത്? ആളുകളുടെ അവകാശങ്ങൾ, രാജ്യം ഭരിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് ചുമതലയേറ്റല്ലോ, ആളുകളുടെ അവകാശം, ആക്രമിക്കപ്പെട്ട ആളുകൾ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആളുകൾ, അവരൊക്കെ അങ്ങയെ കാത്തിരിക്കുകയാണ്, അങ്ങ് ഉറങ്ങാൻ പോവുകയാണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ മകനെക്കുറിച്ചുള്ള വലിയ സന്തോഷം. ഒന്ന് വിശ്രമിക്കാൻ കിടന്ന അദ്ദേഹം പുറത്തു ചെല്ലുകയും പരാതികളുമായി വന്ന ആളുകളെ കേൾക്കുകയും ഉടനെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ ആവുന്നത്ര പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തു. ആ
ആ കൂട്ടത്തിൽ അദ്ദേഹം പരിഗണിച്ച വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പട്ടയങ്ങളായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറയാണ് പട്ടയം, അന്ന് ആ ഭാഷ ഉണ്ടോന്നറിയില്ല. സ്വജനങ്ങൾക്ക് മുൻഗാമികൾ കൊടുത്തിട്ടുള്ള അന്യായ പട്ടയങ്ങൾ, സർക്കാർ ഭൂമിയും മറ്റുമൊക്കെ സ്വന്തക്കാർക്ക് ഇങ്ങനെ ലോട്ടായിട്ട് പതിച്ചു കൊടുക്കുക. ഈ പട്ടയങ്ങളെ കുറിച്ചൊക്കെ പരാതി വന്നു. അപ്പോ തന്റെ കുടുംബം, ഉമവി കുടുംബം, അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പിതാവ് അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, ഏക്കറക്കണക്കിന് ഭൂമികൾ, അതിൻ്റെയൊക്കെ പട്ടയം പരിശോധിക്കുകയാണ്. ഖൈബർ വഴി വന്ന ഒരു വലിയ ഭൂമിയുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആളുകളോട് ചോദിച്ചു, ഈ ഭൂമിയുടെ നിജസ്ഥിതി നിങ്ങൾക്കാർക്ക് എങ്ങനെ അറിയോ? അന്വേഷണം തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ സഹാബത്തിലാരോ ഒന്ന് പറഞ്ഞു, ഈ ഭൂമി പൊതു ഖജനാവിന്റെ സർക്കാർ ഭൂമിയായിട്ട് അള്ളാഹുവിന്റെ റസൂല് മാറ്റിവെച്ച ഭൂമിയാണ് എന്ന്. ഉടനെ തന്നെ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തം ഭൂമി, വാപ്പാന്റെ ജന്മാവകാശമായി കിട്ടിയ ഭൂമി, ആ ഭൂമിയുടെ പട്ടയം ആളുകളുടെ മുന്നിൽ വെച്ച് കരിച്ചു കളഞ്ഞു എന്നാണ്. നമ്മൾ നമുക്ക് വേണ്ടി എന്ന കാഴ്ചപ്പാട്, നമുക്ക് വേണ്ടി എന്തും, അത് സമ്പത്താവട്ടെ അല്ലെങ്കിൽ സ്ഥാനങ്ങളും പദവികളും ഒക്കെ ആവട്ടെ, കൈക്കോട്ടിന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ നാടൻ ഭാഷയിൽ ആ സ്വഭാവം ഇല്ലാതെയാക്കുക, അത് വലിച്ചെറിയുക എന്നതാണ് ഒന്നാമത്തെ ഈമാൻ. വല്ലാത്ത നിഷ്പക്ഷതയാണ് അവരൊക്കെ പുലർത്തി പോന്നിട്ടുള്ളത്. ഇബ്നു റാഫി റളിയല്ലാഹു അബൂ റാഫി റളിയല്ലാഹു അൻഹു ഒരു കാര്യം ഓർക്കുന്നുണ്ട്. മുസ്ലിം ആകുന്നതിന് മുമ്പ് അബൂ റാഫി റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കൾ, ഒരു ദൗത്യവുമായി ദൂതനായി അംബാസഡറായിട്ട് മദീനത്തേക്ക് പറഞ്ഞയച്ചു. ഖുറൈശികളുടെ പ്രതിനിധിയാണ്. മദീനത്ത് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ അദ്ദേഹത്തിന് വല്ലാത്ത അഭിമാനവും വല്ലാത്ത മതിപ്പും തോന്നി. മെല്ലെ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞാൻ ഖുറൈശികളുടെ ദൂതനാണ്, പക്ഷേ എനിക്ക് അങ്ങയെ കണ്ടപ്പോ ഇനി തിരിച്ചു പോകാൻ താല്പര്യമില്ല, ഞാൻ അങ്ങയുടെ കൂടെ നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ കരാറ് ലംഘിക്കുകയില്ല. അന്താരാഷ്ട്ര നിയമമാണ് പിന്നെ അംബാസഡർമാരെ വളരെ സേഫാക്കിയിട്ട് വിടുക എന്നുള്ളത്. അവരെ ഞാൻ തടഞ്ഞു വെക്കൂല. ഞാൻ കരാറ് ലംഘിക്കുകയില്ല. അതുകൊണ്ട് താങ്കൾ തിരിച്ചു പോകണം. തിരിച്ചു ചെന്നിട്ട് ഇപ്പൊ എന്നോട് തോന്നിയിട്ടുള്ള, ഇസ്ലാമിനോട് തോന്നിയിട്ടുള്ള ഈ തോന്നൽ തിരിച്ചു ചെന്നിട്ട് പിന്നെയും ഉണ്ടെങ്കിൽ തിരിച്ചു വന്നോളൂ. നിർബന്ധിതനായി ഇസ്ലാം പ്രഖ്യാപിക്കാൻ പറ്റാതെ അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി, ഖുറൈശികളെ ഏൽപ്പിച്ച ജോലികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഉടനെ അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു വന്ന് പുതുതായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇസ്ലാം മതം പ്രഖ്യാപിച്ചു. ഈ ഇസ്ലാം മതം എന്ന് പറയുന്നത് ഇങ്ങനെ സ്വന്തക്കാരെ ഉണ്ടാക്കുക, അവന് ഞാൻ പിടിച്ച മയിലിന് 3 ചെവി, ഞാൻ കാട്ടുന്നതൊക്കെ ശരി, ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊന്നുമില്ലാത്ത വളരെ നിഷ്കളങ്കമായിട്ട് പോകുന്ന ദീനാണ്. മക്ക ഫത്ഹാവുന്ന സന്ദർഭം അള്ളാഹുവിന്റെ റസൂല് ഭാര്യമാരും കുടുംബമൊക്കെ ആയിട്ട് മക്കത്ത് വരികയാണ്. മക്കത്ത് വന്ന സമയത്ത് എത്താനായപ്പോ അനുചരന്മാര് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂല് അങ്ങ് എവിടെയാണ് താമസിക്കുക? എന്നിട്ട് അവര് പറഞ്ഞു, അങ്ങയുടെ തറവാട് വീടുണ്ടല്ലോ അവിടെ തന്നെ ആയിക്കോട്ടെ. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ആ തറവാട് വീടിന്റെ അവകാശികൾ അവരത് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്, അത് ലംഘിക്കാൻ ഞാൻ പോണില്ല. അത് മാത്രമല്ല, ഞാൻ മുസ്ലിമാണ്, അവരങ്ങനെയല്ല, പിന്നെ അവരുടെ അനന്തര സ്വത്ത് എനിക്ക് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവകാശമില്ല, ജഅഫർ റളിയല്ലാഹു അൻഹുവിന് അവകാശമില്ല. അപ്പൊ ഇവനെ എവിടെ പാർക്കും? അള്ളാഹുവിന്റെ റസൂല്. അപ്പൊ ആളുകൾ പറഞ്ഞു, സ്വന്തം വീട്ടിൽ താമസിക്കണില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് വീടുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് വീട് കൊടുക്കാത്തവരാരാ? ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് വീട്ടിൽ താമസിക്കാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ആരും വീട്ടിൽ പോയി താമസിക്കൂല. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് ഹിജൂനിലുള്ള ശ്മശാനമാണ്, ഖബർസ്ഥാനാണ് തെരഞ്ഞെടുത്തത്. അവിടെ ഒരു താൽക്കാലിക ഷെഡ് ഉണ്ടാക്കിയിട്ട്
പ്രയാസപ്പെട്ട് വക്തിന് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ഹിജൂനിൽ നിന്ന് വന്നു പോവുകയായിരുന്നു അള്ളാന്റെ റസൂൽ. ഈ ഹിജൂന് തെരഞ്ഞെടുക്കാനുള്ള കാരണം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവിടെയാണ് പണ്ട് ബനൂ ഹാഷിം അങ്ങേയറ്റത്തെ മർദ്ദനത്തിനും പീഡനത്തിനും ഇടയായി. അവരവിടെയാണ് പോയി താമസിച്ചത്. പണ്ട് മക്കക്കാർ ഉപരോധം ഏർപ്പെടുത്തി. ആ ഉപരോധത്തെ തുടർന്ന് എന്തൊക്കെയാണ് ഉണ്ടായത്? ഭക്ഷണം കഴിക്കാനില്ലാതെ വരുമ്പോ വാപ്പയും മക്കളും കുടുംബമൊട്ടാകെ ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ആഹാരം കഴിക്കാൻ പറ്റാതെ മരിച്ചു പോവുക. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ബനൂ ഹാഷിമിന്റെ നേതൃത്വം കച്ചവടത്തിന് ഇറങ്ങിയത്. ആ കച്ചവടത്തിന് ഇറങ്ങിയതിനെ കുറിച്ചാണ് ഈരാഫി ഖുറൈശിൻ ഈരാഫിഹിം റിഹ്ലത്ത് ശിതാഇ വസ്സൈഫ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഹുജൂന് തന്നെ തിരഞ്ഞെടുത്തു. അവിടെയാണ് പണ്ട് പീഡ അനുഭവിച്ച സ്ഥലം. അവിടെയാണ് പട്ടിണി കിടന്നത്. അവിടെയാണ് ഒരിടക്ക് വെള്ളം കിട്ടാതെ ശുദ്ധടക്കാൻ പറ്റാതെ സ്വന്തക്കാരും ബന്ധക്കാരും മുഅ്മിനീങ്ങളും മരിച്ചുപോയത്. അതിന്റെ ഓർമ്മ, ആ പഴയകാല ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഹുജൂനിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചു. ഒരു രാജ്യത്തിന്റെ ഭരണം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. സ്വന്തം വീടും ആസ്തികളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ തിരിച്ചു പിടിക്കാൻ, സ്വന്തക്കാർക്ക് പട്ടയം കൊടുക്കാൻ എന്ന് പറഞ്ഞതുപോലെ അതിന് നിയമം ഉണ്ടാക്കല്ല, ഓർഡിനൻസ് ഇറക്കല്ല, അതിന്റെയൊക്കെ ശുദ്ധി, ആ ശുദ്ധി സംരക്ഷിക്കുകയാണ്. അവരാ മുസ്ലിങ്ങളാണ്. അവരുടെ സ്വത്തിൽ എനിക്ക് അവകാശമില്ല. എന്റെ സ്വത്തിൽ മുസ്ലിമിന്റെ സ്വത്തിൽ അവർക്കും അവകാശമില്ല. പിന്നെ അത് പാലിക്കേണ്ടതല്ലേ? ഖബർസ്ഥാൻ മതി, പഴയ സ്മാരകങ്ങൾ മതി. ഇതായിരുന്നു കാഴ്ചപ്പാട്. ഈ ഒരു ശുദ്ധിയാണ് ഈമാൻ. ഈ ശുദ്ധിയുടെ പേരാണ് ഈമാൻ. അതിന്റെ കൂടി പേരാണ്. ഈ ശുദ്ധി ഇല്ലെങ്കിൽ പിന്നെ ഈമാനില്ല. പിന്നെങ്ങനെ വെറുതെ ഈ ബൾബ് കത്തണമെങ്കിൽ പിന്നിൽ ഈ ബൾബ് കത്തണമെങ്കിൽ വൈദ്യുതി വേണം. ഈ വൈദ്യുതിയാണ് ഈമാൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജീവിതത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് പറയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭക്ഷണം, ഇപ്പൊ റമദാൻ കാലാണ്, ഞാൻ വേഗം കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ റമദാനില് നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുന്നത് അത് ഒരു അഹന്ത പ്രകടനത്തിന്റെ വഴിയായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഒരുപാട് ആഹാരമൊക്കെ ഉണ്ടാക്കി, ഒരുപാട് വെച്ച്, പിന്നെ കുറെ വിളമ്പി എന്നല്ല, അതൊക്കെ തള്ളി, ഇതൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പാഠം അത് ഉൾക്കൊണ്ട അള്ളാഹുന്റെ റസൂലിന്റെ സഹാബത്ത്, ഒക്കരിഹ ജമാഅത്തും മിന സഹാബത്തി, സഹാബത്തിൽപ്പെട്ട ഒരു വലിയ സംഘത്തിന് വളരെ വെറുപ്പായിരുന്നു അക്കില തആമിൽ മുബാഹാത്ത്, ഇങ്ങനെയുള്ള മുബാഹാത്തിന്റെ ഭക്ഷണം കഴിക്കാൻ. വലിയ പ്രകടന പരതയുള്ള സദ്യകളിൽ ഭാഗവാക്കാകാൻ, അവിടെ ചെന്ന് സദ്യ ഉണ്ണാൻ അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഭക്ഷണം എന്ന് പറയുന്നത് ചുത്തടക്കാനുള്ളതാണ്, ഇഖാമത്തു സുൽബിനുള്ളതാണ്, നടു നിവർന്ന് നിൽക്കാനുള്ളതാണ്. അത് ഇങ്ങനെ അഹന്ത പ്രകടിപ്പിക്കാനുള്ളതല്ല, മേനി നടിക്കാനുള്ളതല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് കാരണത്താൽ കാന ലാ യുർഫഉ മിൻ ബൈനി യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫളലതു തആമിൻ ഖത്ത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിക്കാനിരുന്നാൽ ആ മേശ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഒന്നും മിച്ചം കൊണ്ടുപോകാനുണ്ടാവില്ല. ആവശ്യത്തിനേ വിളമ്പുള്ളൂ. കുട്ടികളൊക്കെ കൂടി പിന്നെ വലിയവരൊക്കെ ഇരുന്നതിന്റെ ശേഷം അതിന്റെ മിച്ചം, എന്നിട്ട് പിന്നെ അത് കോഴിക്കും പൂച്ചക്കും. അള്ളാന്റെ റസൂലിന്റെ തീന്മേശയിൽ നിന്ന് മിച്ചമൊന്നും എടുക്കാണ്ടായിരുന്നില്ല. ഇത് സഹാബത്ത് പറയുന്നതാണ്. ആവശ്യത്തിനുള്ളത് മാത്രമേ അവർ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. വയറ് നിറച്ചു കഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ ശീലങ്ങളെ കുറിച്ച് പറയുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഹദീസ് ഉണ്ട്. ലം യതജശ്ശ മിൻ ശബ്ഇൻ ഖത്ത്, ഒരിക്കലും ഏമ്പക്കം വിടുക അറിയാലോ നമ്മള്, വയറിങ്ങിട്ട് നിറഞ്ഞിട്ട് ഏമ്പക്കം അടിക്കുക, അങ്ങനെ ഒരു സംഗതി അള്ളാന്റെ റസൂലിന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നില്ല. കണ്ടിടുന്നൊക്കെ വായിൽ കൈയിടുക, ഇങ്ങനെ കാറി കുറച്ചുകൊണ്ടിരിക്കാണ്ട് തുപ്പുക, ഏച്ചിട്ട് ഏമ്പക്കിടുക, ഇതൊക്കെ സംസ്കാരശൂന്യമായിട്ട് ഇന്ന് പശ്ചാത്തലം പോലും കാണുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വന്തം അനുഭവം, നമ്മളിന്ന് കുട്ടികളെ എങ്ങനെ വളർത്തും എന്നതിനെ കുറിച്ചുള്ള ബേജാറിലാണ്. കുട്ടികൾക്ക് വേണ്ടി പ്രൈം ടൈം ചെലവാക്കാൻ നമ്മൾ തയ്യാറാവണം. അവരുടെ കൂടെ ഇരിക്കണം, അവരെ കേൾക്കണം, അവരെ കേൾപ്പിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന് ഒരു ബഗലത്ത് കിസ്ര ചക്രവർത്തി ഒരു വാഹനം കൊടുത്തയച്ചു. ബഗലത്ത് എന്ന് പറഞ്ഞാൽ തട്ടുകുതിര എന്നൊക്കെ പറയും. വേറെ കുതിരയില്ലാതെ വേറെയാണ് ഇരുന്നുണ്ടാകുന്ന കുതിര. ഒരു തട്ടുകുതിരയെ കിസ്ര ചക്രവർത്തി അള്ളാഹുവിന്റെ റസൂലിന് സമ്മാനമായി പറഞ്ഞയച്ചു. ഒരു പുതിയ കാറൊക്കെ കിട്ടിയപ്പോൾ അതൊന്നിങ്ങനെ ഓടിച്ചു നോക്കുക എന്നുള്ളതൊക്കെ മനുഷ്യസഹജമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് എന്നവർ പറയാണ്, അള്ളാഹിന്റെ റസൂൽ നല്ല ആശ്വാസമുള്ള ഒരു സമയത്ത് ആ വാഹനത്തിന്റെ കയറിയിരുന്നു. എന്നിട്ട് എന്നോട് കയറാൻ പറഞ്ഞു. അപ്പൊ ഞാനും റസൂലും ഇങ്ങനെ നമ്മൾ കുട്ടികൾ ടൂർ പോകുക എന്ന് പറഞ്ഞ മാതിരി അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ ഉഴറി നടക്കുകയാണ്. അങ്ങനെ കുറച്ചങ്ങ് പോയപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ റസൂൽ ഉപദേശം കൊടുക്കുകയാണ്. അപ്പോഴും നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഫൽസഫി ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കും, ഭദ്രമാക്കും, അതിനു വേണ്ട ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. നീണ്ട ഉപദേശമാണ്. ഇഹ്ഫദില്ലാഹി യഹ്ഫദ്. അള്ളാഹുവിനെ എപ്പോഴും സൂക്ഷിക്കണം. അള്ളാഹുവിനെ കാക്കണം, അള്ളാഹു കാക്കും. നമ്മൾ എന്തെങ്കിലും ആപത്ത് പറ്റുമ്പോ ഇദാ ഖശിയഹുമുൽ മൗജ്, അങ്ങനെ ആഴക്കടലിൽ അകപ്പെട്ടാ പിന്നെ അള്ളാഹ് എന്ന് പറയും. പിന്നെ അള്ളാഹിന് ഓർമ്മ ഉണ്ടാവൂല. അള്ളാഹുവിനെ എപ്പോഴും ഓർക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹു ഉണ്ട്, അവന്റെ കാവലാണ് കാവൽ, അവന്റെ സംരക്ഷണമാണ് സംരക്ഷണം. ആ ഒരു ഓർമ്മ മോനെ എപ്പോഴും വേണം. എന്നാൽ യഹ്ഫദ്, അള്ളാഹു നിന്നെ സൂക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക്. അള്ളാഹുവിനെ എപ്പോഴും വളരെ കരുതലോടെ കൊണ്ടു നടന്നാൽ, തലയിൽ കൊണ്ടു നടന്നാൽ തജിദ്ഹു തുജാഹക്, മുന്നിൽ അള്ളാഹു ഉണ്ടാകും. നമുക്ക് തോന്നുന്ന സമയത്തൊക്കെ തോന്നിയതൊക്കെ കാട്ടി അള്ളാഹിനെ പറ്റി മറന്ന്, എന്നിട്ട് ആപത്തും മുസീബത്തും പ്രയാസങ്ങൾ വരുമ്പോ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനൊക്കെ ചിലപ്പം കിട്ടിക്കൊള്ളുന്നില്ല. അള്ളാഹുവിനെ നമ്മൾ കരുതി തന്നെ തലയിൽ ഈമാൻ കൊണ്ട് തന്നെ നടന്നാൽ തജിദ്ഹു തുജാഹക്, അപ്പൊ നമ്മൾ എന്തിനാ അതിന്റെ നേർരേഖയിൽ അള്ളാഹിനെ കിട്ടും. വഇദാ സഅൽത ഫസ്തഈൻ ബില്ലാഹ്, ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോ ഫസ്തഈൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടേണ്ടത്. നാട്ടുകാരോടും പ്രമാണിമാരോടും മറ്റുമല്ല, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, അതാണ് വേണ്ടത്. അങ്ങനെ അള്ളാഹുവിനെ നമ്മൾ കാക്കണം. യൂസുഫ് നബിയുടെ കഥയിൽ പറയുന്നുണ്ട്, സുലൈഖ യൂസുഫ് നബിയെ പ്രാപിക്കാൻ വേണ്ടി പേച്ച നീക്കങ്ങൾ നടത്തുമ്പോ സൗകര്യങ്ങളൊക്കെ ഒരുക്കണ സമയത്ത് സുലൈഖയുടെ കിടപ്പുമുറിയിൽ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. ആ വിഗ്രഹത്തിന്റെ മുഖത്ത് ഒരു തുണി കൊണ്ടിട്ട്, കാരണം ഞങ്ങൾ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യം ആരാധിക്കപ്പെടുന്ന വിഗ്രഹം കാണണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴും യൂസുഫ് നബി ഇത് ആ ഒരു സന്ദർഭം ഉൾക്കൊള്ളാതെയാണല്ലോ ഉള്ളത്, നമുക്കറിയാമല്ലോ. അപ്പൊ യൂസുഫ് നബി ചോദിച്ചു എന്നാണ്, ഒരു ചേതനയേറ്റ ഈ കരിങ്കല്ല് അത് നമ്മൾ ചെയ്യാൻ പോകുന്ന പണി കാണുമെന്ന നാണം താങ്കൾ നിനക്കുണ്ടെങ്കിൽ എനിക്ക് എന്റെ അള്ള കാണുമെന്ന് പേടിയുണ്ട്. എനിക്ക് എന്നെ അള്ള കാണുമെന്ന് പേടിയുണ്ട്. ഈ പേടിയാണ് നമ്മൾ നയിക്കേണ്ടത്. ആ പേടിയുടെ പേരാണ് ഈമാൻ. തആലൂ നുമിൻ സായ, നമ്മളൊക്കെ കുറച്ചേറൊന്ന് ഈമൻ കൊള്ളുക. റമദാൻ അതിനുള്ളതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹുമൈദ് ത്വവീൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സുലൈമാൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനോട് എന്തെങ്കിലും ഉപദേശം തരണം. അപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ലഇൻ കുൻത ഇദാ അസൈതല്ലാഹ ഖാലിയൻ ലനൻത അന്നഹു യറാക്. ഒറ്റക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ, ആരുമില്ലാത്തടത്ത് സ്വകാര്യമായിട്ട് ഒരു തെറ്റ് ചെയ്യുമ്പോ എന്റെ വിചാരമുണ്ട് അള്ള കാണുന്നു. ഒറ്റക്ക് നമ്മൾ തെറ്റ് ചെയ്യുമ്പോ അള്ള കാണുമെന്ന് നമുക്ക് അറിയാലോ. എനിക്ക് വിചാരമുണ്ടല്ലോ അള്ള കാണുന്നുണ്ട്. പിന്നെ നീ ആ തെറ്റ് ചെയ്യുമ്പോ എന്ത് ധിക്കാരമാണ് കാണിക്കുന്നത്? അള്ള കാണൂല എന്ന് വിചാരിക്കാൻ കാഫിറാണ് നീ. പിന്നെ നിനക്ക് അള്ളാഹുവിന് വിശ്വാസമില്ല. അള്ളാഹുവിന് വിശ്വാസമുള്ളവൻ അള്ളാഹു കാണുമെന്ന വിചാരത്തിൽ തെറ്റ് ചെയ്യുമ്പോ അള്ള കണ്ടാലെന്താന്നുള്ള ധിക്കാരാണ് ചെയ്യുന്നത്. അള്ള കാണൂല എന്ന് വിചാരിച്ചാലോ അവൻ പിന്നെ മതത്തിന്ന് പുറത്താണ്. അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പൊ തെറ്റുകൾ ചെയ്യുമ്പോ ഈമാൻ വേണം. ഹദീസുകളിൽ കാണാം, കളവ് നടത്തുന്നവൻ മുഅ്മിനായിക്കൊണ്ട് കളവ് നടത്തൂല. വ്യഭിചാരം ചെയ്യുന്നവൻ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചാരം ചെയ്യൂല. ഇത് സാധ്യല്ല. വ്യഭിചാരം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുമ്പോ ഈമാനിന്റെ കുപ്പായങ്ങൾ അഴിച്ചു വെച്ചിട്ട് അത് ചെയ്യുള്ളൂ.
മോഷണം നടത്തുന്നവൻ ഈമാൻ എന്ന കുപ്പായം ബട്ടൺസ് കഴിച്ച് മാറ്റി വെച്ചിട്ട് അവന് ചെയ്യാൻ പറ്റുള്ളൂ. ഈമാനാണ് വൈദ്യുതി, ഈമാനാണ് റൂഹ്, ഈമാനാണ് ആത്മാവ്. അള്ളാഹു ഈമാൻ ഉള്ള കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. തെറ്റുകളെ കുറിച്ച് നല്ല ബോധം വേണം. ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു തെറ്റ് അത് ചെറുതാണ് എന്ന് നമുക്ക് തോന്നുമ്പോ അള്ളാഹിന്റെ അടുത്ത് വലുതാവും. ഒരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോ അതെന്താ ചെറിയ തെറ്റല്ലേ, ചെറിയ കാര്യമല്ലേ എന്ന് നമ്മൾ വിചാരിക്കുമ്പോ അള്ളാഹ് അത് വലിയ കാര്യമായിട്ടാണ് കൂട്ടും. നേരെ മറിച്ച് ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ അള്ളാഹ് അത് വലിയ തെറ്റായി പോയല്ലോ, വലിയ അപാകതയായല്ലോ എന്ന് നമ്മുടെ കാഴ്ചയിൽ തെറ്റ് വലുതാകുമ്പോ അള്ളാഹിന്റെ അടുത്ത് ചെറുതാവും. അപ്പൊ അള്ളാഹു ഇവന് മടക്കമുണ്ട്, ഇവന് എന്നെ കുറിച്ച് പേടിയുണ്ട്, അപ്പൊ അള്ളാഹു അവനത് ലഘൂകരിച്ചു കൊടുക്കുമെന്നാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ പറയുന്നതാണ്. സൂഫി കഥയിൽ പറയാറുണ്ട്, കിതാബിലൊന്നും കണ്ടതല്ല. മരിക്കുമ്പോ പറഞ്ഞു ഇത്രേ, എന്നെ കരിച്ചിട്ട് ഭസ്മം ഒരുപാടിടങ്ങളിൽ കൊണ്ട് വിതരണം. പുതുമയുള്ള നിർദ്ദേശമാണ്. എന്റെ ചിതാഭസ്മം പലയിടത്ത് വിതരണം, ഓരോടത്ത്. അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ പലയിടത്ത് കൊണ്ട് വിതറുന്നത്? നീ എന്തായാലും പിടിക്കും അള്ളാഹുവേ, നീ എന്തായാലും പിടിക്കും. അപ്പൊ പലയിടത്താവുമ്പോ അതെല്ലാം കൂടി ശേഖരിച്ച് പിടിക്കാൻ കുറച്ചൊരു ആശ്വാസം വരുമല്ലോ, അതുകൊണ്ടാണ് അള്ളാഹു അയാൾക്ക് മാപ്പ് കൊടുത്തു എന്നാണ് സൂഫി കഥയുണ്ട്. അപ്പൊ അത് അടിസ്ഥാനപരമായിട്ട് അള്ളാഹിന് വിശ്വാസമുണ്ട്, അള്ളാഹിനെ കുറിച്ചുള്ള പേടിയുണ്ട്. അതുണ്ടെങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് എന്താ കാര്യം? അള്ളാഹ്ക്ക് രക്തം വേണോ, മാംസം വേണോ, ഭക്ഷണം വേണോ? മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. എനിക്ക് നോമ്പ് നോറ്റ് അവർ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ആ മിച്ചം വരുന്ന ഭക്ഷണം എനിക്ക് വേണ്ട. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അവരിന്നെ തീറ്റൊന്നും വേണ്ട. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളാഹു എല്ലാവരെയും തീറ്റുന്നവനാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകള് ഇരിക്കുന്നിടത്ത് കടന്നു അൻസാറുകളോട് ചോദിച്ചു, ആ മുഅ്മിനൂന അൻതും, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ? ഫസക്കത്തു, ആരൊന്നും പറഞ്ഞില്ല. സഹാബത്തിനോട് ചോദിക്കുന്നു, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ? എന്താണ് ഈ ചോദ്യം എന്നറിയാതെ അവർ മിണ്ടാണ്ടിരുന്നു. സദസ്സിലപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അപ്പൊ ഉമർ എന്തോര് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, മുഅ്മിനീങ്ങൾ തന്നെയാണ് നബിയെ. ഖാല, അപ്പൊ നബി ചോദിച്ചു, അമാ അലാമത്തു ഈമാനിക്കും, നിങ്ങൾ ഈമാന്റെ ലക്ഷണം എന്താ? ഖാലു, അപ്പൊ പിന്നെ അവരും മറുപടി പറയാൻ തുടങ്ങി, നഷ്കുറു അലർ റഖാ, ഞങ്ങൾക്ക് ആശ്വാസം വരുമ്പോ, ക്ഷേമം വരുമ്പോ, സൗകര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുമ്പോ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. അപ്പൊ ഞങ്ങൾ അഹങ്കരിക്കാൻ പോവില്ല. പണമുണ്ട്, പ്രതാപമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അപ്പൊ പിന്നെ അഹങ്കാരം. പിന്നെ അവന്റെ അടുത്തേക്ക് ആർക്കും എടുക്കാൻ പറ്റൂല. അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മോര്യരെ ആചാരെ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ പിന്നെ അവനെ പോലെ നനഞ്ഞത് തോർത്തുമുണ്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെ അഹങ്കരിക്കുക? ഈമാൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി, ഈമാന്റെ ലക്ഷണം എന്താന്ന് ചോദിക്കുമ്പോ പറയുന്ന മറുപടി, ഞങ്ങള് ക്ഷേമമുണ്ടാകുമ്പോ നന്ദിയുള്ളവരായിരിക്കും. വനസ്ബിറു അലൽ ബല, പരീക്ഷണങ്ങൾ ഉണ്ടാകും, ദ്രവ്യങ്ങളുടെ ദൗർലഭ്യത വരും, അപ്പോ ക്ഷമിക്കും ഞങ്ങള്. വനർള ബിൽ ഖളാ, അള്ളാന്റെ ഖളാ അത് നമ്മള് സ്വീകരിക്കും. അള്ളാനെ കളിയാക്കുക, അള്ളാന്റെ ഖളാവിനെ കളിയാക്കുക. എന്നാ പിന്നെ ഇതൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ദുരന്തങ്ങളൊന്നും വരാതിരിക്കണില്ലല്ലോ, ലോപങ്ങൾ വരാതിരിക്കണില്ലല്ലോ, തിരിച്ചടികൾ വരാതിരിക്കുന്നില്ലല്ലോ. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതിനെ കളിയാക്കുന്നവർ ഇതിനെന്താ പറയാ? അവർക്കിതൊക്കെ വരുന്നുണ്ടല്ലോ, അവരൊന്നും പരിഹാരമൊന്നുമില്ലല്ലോ. ആകെയുള്ള പരിഹാരം അല്ലല്ല എന്ന് പറയാ, പിന്നെ മതം വേണ്ടെന്ന് പറയാ. എന്നപ്പോ ഈ പ്രശ്നത്തിന് പരിഹാരമാവോ? അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും മനുഷ്യപ്പറ്റ് സ്വാംശീകരിക്കുകയും ചെയ്ത ആളുകളെ കൊണ്ട് വേറെ കുറച്ച് ആളുകൾക്ക് ജീവിച്ചു പോകാം. ഈ ജാതികളെ ഇവിടെ ഭൂമിയിലുണ്ടായിട്ട് എന്ത് കാര്യം? അവർ അച്ചെടുത്ത് ഉപ്പ് വെച്ച് തേച്ച വല്ല കഥയുണ്ടോ? വളരെ ദുർലഭ, പിന്നെ കുറവാണ്, സംഭവിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പൊ ചുരുക്കത്തില് നമ്മള് ഈമാൻ കൊള്ളുക. ഈമാനാണ് ആത്മാവ്. ഈമാൻ ഇല്ലെങ്കിൽ
ഇസ്ലാം കൊണ്ട് കാര്യമില്ല. ഈമാൻ ഉണ്ടെങ്കിൽ ഇസ്ലാം വേണം. എന്നാ ഇസ്ലാം ഉണ്ട്, ഈമാൻ മാത്രമല്ല. ഈമാൻ ഇല്ല എങ്കിൽ ഇസ്ലാം മാത്രം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. വളരെ വ്യക്തമാണ് കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നടത്തുന്ന ശാരീരിക വ്യായാമങ്ങൾ, ചലനങ്ങൾ, അംഗവിക്ഷേപങ്ങൾ, അതൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്നത് തന്നെയാണ്. അത് നിസ്കാരാവൂല, അത് തസ്ബീഹ് ദിക്റും സ്വലാത്തൊന്നും ആവൂല. അതാകണമെങ്കിൽ ഈമാൻ വേണം. അള്ളാഹു നമ്മളെ ഈമാൻ ഉള്ളവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി ജുവൈരിയ ബീവിയുടെ ഒരു മുന്നിൽ നടന്നൊരു സംഭവം പറയുന്നുണ്ട്. സുബ്ഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് റസൂലുള്ള എന്തോ കാര്യത്തിന് പുറത്തു പോവുകയാണ്. ജുവൈരിയ ബീവി അവിടെ തന്നെ ഇരുന്ന് ചൊല്ലി പറയാണ്, ഖറജ മിൻ ഇന്ദിഹാ ബുക്രത്തൻ, രാവിലെ പുറപ്പെട്ടതാണ് നബി. വഹിയ ഫീ മസ്ജിദിഹ, ആ നിസ്കരിച്ചോടത്തിരിക്കുകയാണ്. പിന്നെ ദുഹാ സമയത്ത് 8-9 മണി എന്നൊക്കെ പറയാം. ആ സമയത്ത് റസൂലുള്ള വന്നപ്പോ വഹിയ ജാലിസത്തുൻ, അപ്പോഴും ജുവൈരിയ ബീവി ഇരുന്നിടത്തിരിക്കുകയാണ്. ഫഖാല, അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ സിൽതി അലൽ ഹാലില്ലതി ഫാറഖതുകി അലൈഹ, ഞാൻ പോകുമ്പോ ഈ ഇവിടെ ഇരിക്കുകയാണ്, ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നതാണോ എന്ന് ചോദിച്ചു. ചൊല്ലി പറയണം, നല്ല കാര്യമാണ്. കാലത്തിനാണ്, അതെ ഇരിക്കന്നെ. ഇത് ഞാൻ പറയുന്നത് നമ്മള് മനസ്സിലാക്കാനും, പണ്ഡിതകളുണ്ടല്ലോ, വിദ്യാഭ്യാസ ദീനി പ്രവർത്തകരുണ്ടല്ലോ, അവര് മറ്റുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടി കൂടി പറയാണ്. ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, കുറച്ചായിട്ട് നേരം പുലർന്നാല് ഒരു ഗ്ലാസ് ചായ കിട്ടണമെന്നുണ്ട്, അത് കിട്ടാറില്ല. അതെന്താ കാര്യം? സുബഹിസ്കാരം കണ്ട് കഴിഞ്ഞാൽ അപ്പോ വാട്സപ്പ് തുറക്കണം. പിന്നെ ഈ വാട്സപ്പിൽ ഉള്ള ദിക്റും സ്വലാത്തുമാണ്. ദിക്റും സ്വലാത്തും നല്ലത് തന്നെയാണ്. പക്ഷെ മറ്റു മനുഷ്യന്റെ ഹക്കുകളൊക്കെ ഉണ്ടല്ലോ, വീട്ടുകാരുടെ ഹക്കുണ്ട്. രോഗികൾക്ക് മരുന്ന് കൊടുക്കണം, ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവർക്കും എല്ലാ സമയത്തും ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരില്ല എന്നുള്ളത് ഒരു സത്യമാണെങ്കിലും ചില സമയത്ത് വേണ്ടി വരും. ഇപ്പൊ ദീർഘസാക്ഷികൾക്ക് ഒരുപാട് ഗൾഫുകാരുണ്ടാവും. ഗൾഫിലൊക്കെ നമ്മളൊക്കെ ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കട്ടൻ ചായയും അല്ലാത്ത ചായയും ആരെങ്കിലും ഉണ്ടാക്കി തന്നിട്ടൊന്നല്ല. വേണമെങ്കിൽ ഉണ്ടാക്കാം, വേണമെങ്കിൽ കുടിക്കാം, അതിലപ്പുറം നടക്കൂല. അതേ സമയത്ത് നമ്മൾ ജീവിതത്തിന്റെ സായാഹ്നത്തിലെത്തി ഈ വക സൗകര്യങ്ങളും ആശ്വാസങ്ങളും പകർന്നു തരാൻ അത് ആ ഒരു ഡ്യൂട്ടിയുള്ള ആൾക്കാരെ അത് ചെയ്യണ്ടേ? അല്ലെങ്കിൽ അതങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ പോണ്ടേ? അപ്പൊ കൂട്ടുകാരൻ പറയുന്നത് കുറച്ചായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് പിന്നെ പഞ്ചസാര എവിടെയാണെന്ന് അറിയില്ല, ചായപ്പൊടി എവിടെയെന്ന് അറിയില്ല, അത് ഈ ഗ്യാസ് തുറക്കാനും മറ്റൊന്നും അറിഞ്ഞൂടാ, വലിയ ബുദ്ധിമുട്ടായിക്കിടപ്പോ. ഇതുകൊണ്ട് വേറൊരു സ്നേഹിതൻ പറഞ്ഞത്, കുറച്ചു കാലമായിട്ട് ഇപ്പൊ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, ഒരു വീട്ടിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളൂ, അതിലപ്പുറം ഒന്നും പറ്റൂല. കാര്യം എന്താണ്? ഇപ്പോ നേരം പുലരുന്നതിന് മുമ്പ് തഹജ്ജുദൊക്കെ നിസ്കരിക്കണമല്ലോ. അപ്പോ ഒന്ന് പിന്നെ കുളിക്കാനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ സമയം തെറ്റും. ഈ വാട്സപ്പിൽ കണക്കാക്കിയ സമയം തെറ്റും, കുളിക്കലും മറ്റൊന്നും ശരിയാവില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ശാരീരിക കാര്യങ്ങളില്ല, മാനസിക കാര്യങ്ങളില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ ചൊല്ലി പറയാം. ഈ ചൊല്ലി പറയുന്നത് നല്ല കാര്യങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചറൊന്നും വേണ്ടല്ലോ. ഇന്ന വാട്സപ്പ് ഗ്രൂപ്പില് ഇന്നയാളെ അനുധാവനം ചെയ്തിട്ടുന്നൊക്കെ എന്തിനാണ്? എന്നാ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല, നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ മനുഷ്യന്മാരുടെ സാഹചര്യങ്ങള്, ജീവിത സാഹചര്യങ്ങള്, കുടുംബജീവിത സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് അങ്ങനെയുള്ള വേണ്ടത്. അതൊന്നും ഇല്ലാതെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതുകൊണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാലോ ഇതൊക്കെ ഒരു നല്ല അഡിക്ഷൻ, ഒരു നല്ല പരിശുദ്ധമായ പവിത്രമായ അഡിക്ഷനാണ്. പക്ഷെ ഏത് പവിത്രതയും ഇനിയിപ്പോ കുറെ അധികം പറയേണ്ട കാര്യങ്ങളാണ്. ദീനിനൊരു മുൻഗണനാക്രമങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ദീൻ സംരക്ഷിക്കണം, പിന്നെ ശരീരം സംരക്ഷിക്കണം, പിന്നെ ബുദ്ധി സംരക്ഷിക്കണം, പിന്നെ കുടുംബ ബന്ധം, പിന്നെ സന്താന പരമ്പര ആദ്യം സംരക്ഷിക്കണം, പിന്നെ ധനം സംരക്ഷിക്കണം. ഇതൊക്കെ പിന്നെ ആലിമ്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യമാണ്, ഇത് അവരൊക്കെ ഉള്ളതാണ്. അപ്പൊ ഒരു കാര്യം പവിത്രമാണെന്നത് കൊണ്ട് അതിന്റെ അപ്പുറത്ത് അള്ളാന്റെ റസൂല് നേരത്തെ ഇവിടെ അനുസ്മരിക്കപ്പെട്ടല്ലോ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, ഞാൻ ഇനിയിപ്പോ എന്തായാലും രാത്രിയിൽ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട, വേറെ ആള് നോമ്പ് എന്നും നോമ്പ്, വേറെ ആള് എന്നും പിന്നെ എപ്പോഴും നിസ്കാരം, അതൊന്നും വേണ്ടെന്നാണല്ലോ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല്. ജുവൈര റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ ചെയ്തപ്പോ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതാണോ? നമ്മുടെ നാടൻ ഭാഷ പറയാണ്. അപ്പോ അവര് പറഞ്ഞു, അതെ ഞാൻ ഇരിക്കുന്നതാണ് ശരി പറയല്ലേ. കാല അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് ഖുൽതു ബഅദകി അർബഅ കലിമാത്തിൻ,
ഞാനെന്നാല് പുറത്തു പോയിട്ട് ആകെ 4 ദിക്റ ചൊല്ലിയത്. 4 കലിമത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എഴുന്നേറ്റ് പോയിട്ട് തിരിച്ചൊന്ന് വിളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വെറും 4 കലിമത്താ പറഞ്ഞത്. സലാത്ത മർറാത്തിൻ 3 വട്ടം. ലൗ ഉസിനത്ത് ബിമാ കുൽത്തി മുൻതുല്യവും. ഇന്ന് ഇപ്പൊ ഈ പകല് നേരം വെളുത്തോളം മുതൽക്ക് നീ ചൊല്ലിയതും ഇതും കൂടി ഒരു തുലാസിലിട്ട് നോക്കുകയാണെങ്കിൽ ലവസനത്തുഹന ഇതിനായിരിക്കും ഈ 4 കലിമത്തിന് മണിക്കൂർ കണക്കിനില്ല, അതിനായിരിക്കും തൂക്കം വരിക. എന്നിട്ട് റസൂൽ അത് പഠിപ്പിച്ചും കൊടുത്തു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അറിയോ? ഇനിയിപ്പൊ ഇത് ഞാൻ ചൊല്ലി പഠിപ്പിച്ചു എന്ന് പറയണ്ട. പണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ചില ഒമാനി സ്നേഹിതന്മാരൊക്കെ വന്നിട്ട് വാതിക്കൽ മുട്ടും. മുത്തവാറിനെ മൂല്യരൻ പിന്നെ അങ്ങനെ പ്രയാസമുണ്ട്, ഇങ്ങനെ പ്രയാസമുണ്ട്. അപ്പൊ അവർക്ക് അതിന് കുറെ ഉറുക്കും തകിടും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് പത്യം. അത് കൊടുത്താൽ അവർക്കൊരു സ്വീകാര്യതയാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, ഇരിക്കാൻ പറയും. ഇരുന്നതിന് ശേഷം ഞാൻ പറയും, ഞാൻ ഒരു കിതാബ് എടുക്കട്ടെ. ഇത് അദ്കാർ ദിക്റുകൾ എന്ന മഹാനായ നബി റളിയല്ലാഹുവിന്റെ കിതാബാണ്. ആ കിതാബ് കൊണ്ട് എടുത്തിട്ട് അവരെ മുന്നിൽ നിന്ന് മറിച്ചിട്ട് ആ അധ്യായം ഇന്ന പ്രയാസം, ഇപ്പൊ മാനസിക അസ്വസ്ഥത അല്ലെങ്കിൽ അങ്ങനെ ഉറക്കു വരായി, ഇങ്ങനെ പല സംഭവം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുത്തതായി ഇമാം നബി റളിയല്ലാഹു ഇതാണ് പറഞ്ഞത്. ഞാനിപ്പോ ഒരു കണ്ണുമുറക്ക പാടും. അത് വേണ്ട. നേരെ കിതാബ് അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത് അത് വേണ്ട. പിന്നെ ഇപ്പൊ അത് ഇറങ്ങിപ്പോകാനും പറ്റൂലല്ലോ. ഞാനൊരു കടലാസ് എടുത്തിട്ട് അത് എഴുതി കൊടുക്കും. ഒറ്റ പോക്കാണ്. നേരെ മറിച്ച് എന്തൊക്കെയോ പറയണം. എന്നാല് കോട്ടുമലസ്താദ് കൊണ്ട് പറഞ്ഞ മാതിരി എന്തോ ബുദ്ധിമുട്ട് വെച്ച് ഞങ്ങളോട് ക്ലാസ് നിന്ന് കോട്ടുമലസ്താദ്, കോട്ടുമല അബൂബക്കർ പാപ്പുലിയുടെ വാപ്പ, അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ, ക്ലാസ് എന്ന് പറഞ്ഞതാണ്. പിന്നെ മൂപ്പര് അറിയുന്ന ഒരാൾ, ഉസ്താദ് അറിയുന്ന ഒരാള് ഇതുപോലെ എന്തോ ബുദ്ധിമുട്ടുണ്ടായപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളെ ചെയ്യുന്നു. ചെയ്തു ചെന്നപ്പോ അയാൾ എല്ലാം പിന്നെ കാര്യങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം പറഞ്ഞു, ഇതിപ്പോ വലിയൊരു പ്രശ്നം ഇരിക്കുകയാണ്. അപ്പൊ അതിന് ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. അത് കുറച്ച് പ്രയാസപ്പെട്ട പരിഹാരമാണ്, നിങ്ങൾ തരണം ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അത് ചെയ്യാൻ നാട്ടിൽ നല്ല ഒരാൾ വേണം. എന്റെ ബിസിനസ് അല്ലാന്ന് വരുത്തലാണ് ഉദ്ദേശം. നല്ല ഒരാളെ വേണം. ആ ആളെ മനസ്സിൽ കരുതിയിട്ട് ഒരു അക്കം പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളിങ്ങനെ നാട്ടിൽ ഏറ്റവും നല്ല ഒരു ഖത്തീബ്, നല്ലൊരു മുത്തൊക്കെയായ മനുഷ്യനുണ്ട്. അയാളെ മനസ്സിൽ കയറ്റിയിട്ട് ഒരു അക്കം പറഞ്ഞു. അത് മൂപ്പരിങ്ങനെ ഇവിടെ ഈ മൂപ്പരെ പറ്റൂല. അപ്പൊ തന്നെ ഇയാൾക്ക് എന്താ പറയുക, ആ മൊയിലേരി പാപ്പാനെ പറ്റി ഞങ്ങളെ നാട്ടിലും പരിസരത്തേക്ക് ഒന്നാമത്തെ മൊയിലേരി പാപ്പയാണ്, മൂപ്പരെ പറ്റൂല. നിങ്ങൾ വേറൊരാളെ പറയുന്നതല്ല. അപ്പോ പിന്നെ മൂപ്പര് അതിന്റെ താഴെയുള്ള ഒരു അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് കരുതാവുന്ന ഒരാളുണ്ട്. മൂപ്പര് മനസ്സിൽ കരുതിയിട്ട് ഇറക്കം പറഞ്ഞു. ഞാൻ നോക്കിയാണ് അതും പറ്റൂല. അപ്പൊ മൂപ്പർക്ക് എന്തോ ഒരു വസ്ത്രാങ്കൊള്ളി എന്നുള്ള എനിക്ക് മൂപ്പര് എന്ത് ചെയ്തു, ഇത് കൊട്ടുമലസായി നേരെ ക്ലാസ് മുത്തപോലെ ക്ലാസ് ഞങ്ങളോട് പറഞ്ഞതാ. അപ്പൊ കാടാമ്പൂച്ച എന്ന് മനസ്സിൽ കാടാമ്പൂച്ച എന്ന് കേട്ടിട്ട് അക്കം പറഞ്ഞു. അപ്പൊ മൂപ്പര് പറയാൻ മൂപ്പരെ പറ്റുന്നാക്കി. ഇതൊക്കെ അള്ളാന്റെ റസൂലിന്റെ ഹദീസാണ്. ഹദീസിന്റെ കിതാബുകളിലൊക്കെ ഉള്ളതാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ ഒഴിവാക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഭരണഘടനയിൽ തന്നെ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. അതിങ്ങനെ ആർക്കും കിട്ടാത്തൊരു സാധനമായിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ദൂരീകരിക്കുക ആ രീതിയിൽ വാക്കി കൃത്യത്തിൽ ഓർമ്മയില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം കണ്ട കള്ളത്തരീക്കത്തും അന്ധവിശ്വാസങ്ങളുടെ ഒക്കെ പിന്നാലെ പോകുക എന്നുള്ളതാണ്. യുക്തിചിന്ത എന്ന് പറയുമ്പോൾ യുക്തിവാദിയാവുമല്ലേ. യുക്തിയായിട്ട് പറയുമ്പോൾ അവനും നമ്മൾ ആ യുക്തിക്ക് മൂർച്ച കൂട്ടായിരുന്നാല് അവന് അവന്റെ നാണയത്തിൽ മറുപടി കൊടുക്കാൻ എങ്ങനെ പറ്റുക? യുക്തിചിന്ത വേണം. ലോജിക്കൽ റീസണിങ്, ക്രിറ്റിക്കൽ തിങ്കിങ് എന്നൊക്കെ പറയുന്ന സംഗതികൾ വേണം. ഇത് അങ്ങനെയുള്ള ഒരു ദീനാണ്. അള്ളാന്റെ റസൂൽ അങ്ങനെയാണ് ആളുകളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ചെറുപ്പക്കാരനാണ്, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇച്ചിരി മറുകണ്ഠം ചാടാനുള്ള അനുവാദം തരണം. ഇതല്ലേ ഫിസിന പെണ്ണെട്ടാനും അതിനുള്ള കാര്യമില്ല. അപ്പൊ സിന ചെയ്യാൻ സൗകര്യമുണ്ട്, അതിന് സമ്മതം തരണം. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ, ഒരു വടി കൊണ്ട് എടുത്തിട്ട് അടിച്ചാണ്ട് വായിപ്പിക്കും. തൊള്ളിലെന്നൊക്കെ പറയും. അല്ലാണ്ട് റസൂല് ഒന്നുമില്ല, ശാന്തമായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഒരു പെണ്ണിനെ സമീപിക്കുകയാണെങ്കിൽ ആ പെണ്ണ് നിന്റെ ഉമ്മയായാലും എങ്ങനെ ഉണ്ടാവും? അത് പറ്റൂല. പെങ്ങളായാലും എങ്ങനെ ഉണ്ടാവും? അത് പറ്റൂല. ഭാര്യ ആയാലും എങ്ങനെ ഉണ്ടാകും? അത് പറ്റൂല. അത് ശരി. അപ്പൊ പിന്നെ നിന്റെ ഉമ്മാക്ക് പറ്റൂല, പെങ്ങൾക്ക് പറ്റൂല, ഭാര്യക്ക് പറ്റൂല. നാട്ടുകാരുമ്മാനെ അല്ലെങ്കിൽ പെങ്ങളെ അല്ലെങ്കിൽ ഭാര്യയെ നിനക്ക് വ്യഭിചരിക്കണല്ലേ? ഇതെന്ത് യുക്തിയാടോ?
അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ശരീരത്തിന്റെ ഈ ആവശ്യ കൂടുതൽ അത് ക്ഷമിക്കാൻ അങ്ങ് തീർക്കണം. അള്ളാന്റെ റസൂല് തീർന്നു. ചില സംഗതികൾ ചില ആൾക്കാരിൽ കൂടുതലുണ്ടാവുമല്ലോ, അതൊന്ന് ക്ഷമിപ്പിച്ചു കൊടുക്കണേ പടച്ചോനെ. അങ്ങനെ അദ്ദേഹം പിന്നെ തിരിച്ചു വന്നു അള്ളാന്റെ റസൂലിന്റെ അടുത്ത്. അപ്പൊ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലെ, എനിക്ക് ഈ എതിർ ലിംഗത്തെ കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നിപ്പൊ എനിക്ക് ആ ഭാഗം ഒരു തോന്നലുമില്ല അവിടുന്ന് അങ്ങാതെ വരുന്നതിന്റെ പേര് എന്ന അർത്ഥത്തിൽ അദ്ദേഹം റിസൾട്ട് വന്ന് അള്ളാഹിന്റെ റസൂലിനെ അറിയിച്ചു എന്നാണ് ഹദീസിൽ കാണുന്നത്. ഇതൊക്കെ ഒരു ലോജിക്കല് ഒരു മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലാണ്. അത് മനുഷ്യന് മനസ്സിലാകാത്ത കാര്യങ്ങൾ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ഗൈബിയായ കാര്യങ്ങളുണ്ട്. അത് ഒട്ടാകിരി നോക്കുമ്പോ മനുഷ്യന് മനസ്സിലാകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിന്റെ അപ്പുറത്ത് കാര്യങ്ങളുണ്ട് എന്ന് ആർക്കാ തിരിച്ചറിയാത്തത്? ആർക്കത് തിരിച്ചറിയാൻ പറ്റാത്തത്? ആർക്കാണ് ഗൈബുണ്ടെന്ന് അറിയാത്തത്? അപ്പൊ നമ്മള് ഈ ദീനിനെ നമ്മൾ സംരക്ഷിക്കണം. ഈ ദീനിന്റെ മക്കളെ നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ വലിയ നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കഷ്ടപ്പാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇപ്പൊ എല്ലാവരും ഏതാണ്ട് പറയാൻ തുടങ്ങി ധർമ്മ വിദ്യാഭ്യാസമാണ് പരിഹാരം എന്ന് എല്ലാരും പറയാൻ തുടങ്ങി. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 5-8 കൊല്ലം മുമ്പാണ് തോന്നുന്നുണ്ട്, മാതൃഭൂമിയിലോ മറ്റോ, എല്ലാ ഡിഗ്രി കോഴ്സുകളിലും എല്ലാ ഡിസിപ്ലിനറികളിലും മാനവിക വിദ്യയും ധർമ്മ വിദ്യാഭ്യാസവും കൊടുക്കണമെന്ന് വളരെ പ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ എഴുതിയത്. ആളുകളൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കളെ ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കണം. അതേ സമയത്ത് അള്ളാഹിനെ പഠിപ്പിക്കണം, അള്ളാഹിനെ പറ്റി പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ആലോചിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സമില്ലാതെ, ഭൗതിക വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സമില്ലാതെ ദീനീ വിദ്യാഭ്യാസം നേടി വാഫിയായിട്ട് വഫിയായിട്ട് ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾ ഉപരിപഠനത്തിന് വേണ്ടി ഗവേഷണത്തിന് വേണ്ടി ഇന്ത്യക്ക് പുറത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19 രാജ്യങ്ങളിലുണ്ട്. MBBS ചെയ്യുന്ന കുട്ടികളുണ്ട്. റഷ്യയില് MBBS ചെയ്യുന്ന ആൺകുട്ടികളുണ്ട്. വാഫി കഴിഞ്ഞതിന് ശേഷം, വഫിയ കഴിഞ്ഞതിന്റെ ശേഷമാണ് പെണ്ണ്, വാഫി കഴിഞ്ഞതിന് ശേഷമാണ് ആണ്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 19 ലോകരാജ്യങ്ങളിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് അവര് എല്ലാവരെയും പോലെ അവരെക്കാൾ കൂടുതൽ നമ്മൾ അവകാശപ്പെടണമെന്നില്ല. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ദീനെ സംരക്ഷിച്ചുകൊണ്ട് ധർമ്മ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ഭൗതിക കാര്യങ്ങൾക്ക് ഒരു തടസ്സവും കുറവും ലോപവും ഇല്ലാതെ പറ്റുമെങ്കിൽ അതാണ് ഇനി ഈ നാട്ടിലുണ്ടാകേണ്ടത്. അതിനുവേണ്ടി പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തണം. അത് ഈ കൂടിച്ചേരലിന്റെ സന്ദേശമായിട്ട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിവിടെ പറയപ്പെട്ടു വിശദമായിട്ട്. നമ്മളൊക്കെ പ്രവർത്തകരാകണം. ആണും പെണ്ണും രക്ഷിതാക്കളും അർഹാമും എല്ലാവരും പ്രവർത്തകരാകണം. കാരണം നമ്മളിപ്പോ പിഴച്ച ഒന്ന് വഴി തെറ്റിയ ഒന്ന് നമ്മളെ നാട്ടിലുണ്ടായാല് സ്വന്തം വാപ്പാന്റെയും ഉമ്മാന്റെയും കളാപ്പാന്റെയും മൂത്താപ്പാന്റെയും കഴുത്ത് രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെയാണ് അടുത്ത് പാർക്കുന്നവരും റോട്ട് കാണുന്നവരും ആരെ കൊല്ലുന്നറിയില്ല ധർമ്മബോധമില്ലെങ്കിൽ. ഇത് ഇന്ത്യയാണ്, സനാതന നിയമങ്ങളുടെ രാജ്യമാണ്. ഇതൊക്കെ പരമ്പരാഗതമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. അതിലൊക്കെ പുറത്ത് നമ്മൾ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാം അങ്ങനെയാണ്. നമുക്ക് ഹൈർ ആഗ്രഹിക്കുന്നു, നമ്മുടെ കുടുംബത്തിനും അതുപോലെ മറ്റുള്ളവർക്കും ആഗ്രഹിക്കുന്നു. അത് വേണം. അതുകൊണ്ട് വിനീതമായിട്ട് ഇവിടെ കൂടിയവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഈ ധർമ്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രചാരകരാവണം. അപ്പൊ ഈ ധർമ്മ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ എല്ലാത്ത വേറെ ഉണ്ടല്ലോ, അതിന്റെ ദീനും ദുനിയാവും കൂടി പഠിക്കണം. ദുനിയാവ് വേണം, എന്നാല് അള്ളാനെ മറക്കാൻ പറ്റൂല. വേറെ ഏതെങ്കിലും നല്ല കോഴ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, അങ്ങോട്ടെങ്കിലും അങ്ങോട്ട് പോട്ടെ. ഞങ്ങൾക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ചില കുട്ടികളോട് പറഞ്ഞ മാതിരി ഒരു പ്രയാസപ്പെട്ട ഒരാളെ കണ്ടു, അയാളെ രക്ഷിക്കണം എന്ന് എനിക്ക് തോന്നി. എനിക്ക് എന്റെ വരിക്കല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എനിക്ക് അയാളെ വേറെ ആളെ വരി കൊണ്ടു കൊടുക്കാൻ പറ്റൂലല്ലോ. നമ്മുടെ പോരെ ഇതാണ്. അപ്പൊ നമ്മൾ ഇവിടെ അവർക്ക് അഭയം കൊടുക്കുക. ഇനി വേറെ ആരെങ്കിലും ആർക്കെങ്കിലും എവിടെയെങ്കിലും അഭയം കൊടുക്കണമെന്ന് വിചാരിക്കുക, അഭയം കൊടുക്കുകയാണ്, രക്ഷിക്കാനാണെന്ന് വിചാരിക്കുക. നടക്കട്ടെ, നമ്മളതിനെ എതിർക്കണ്ട, ആരുടെയും കുറ്റം പറയണ്ട. നമ്മുടെ ഗുണം പറഞ്ഞാൽ മതി. പക്ഷം ചേരണ്ട. നമ്മൾ പക്ഷമില്ല, പക്ഷമാണ്. അങ്ങനെ ഒരു പക്ഷമാകാലോ. ആകെ പക്ഷം, റിജിഡിറ്റി,
ഇൻക്ലൂസീവ്നെസ് തീരെ ഇല്ലാതെ ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്ഥിതിവിശേഷം. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു പക്ഷവും ഇല്ല, എല്ലാരും സ്വീകരിക്കുക, എല്ലാരെയും ഉൾക്കൊള്ളുക, എല്ലാവർക്കും സ്വീകാര്യരാകുക. പക്ഷമില്ല പക്ഷം, അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. മറ്റതിങ്ങനെ പക്ഷം തീരുമല്ലോ, എന്തിനു വേണ്ടത് ഒരു അവസാനിക്ക് പക്ഷങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി പക്ഷം ചേരാൻ ഒരു മാർഗമില്ല. പണ്ട് ഇസ്ലാമിന്റെ കാലത്ത് അങ്ങനെയായിരുന്നു. ജാഹിദിന്റെ കഥ പറയുന്നിടത്തുണ്ട്. ജാഹിദിനെ ചില ഗ്രൂപ്പുകളും ഗ്യാങ്ങുകളും വന്ന് കാണും, ഞങ്ങൾക്കൊരു പക്ഷം ആകണുണ്ട്, അതിനിപ്പോ എന്താ കാട്ടേണ്ടത്, കാരണം പക്ഷം ചേർന്ന് എന്താ പറയേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞൂടാ. അപ്പൊ മൂപ്പര് മഹാബുദ്ധിമാനായിരുന്നു. അപ്പൊ മൂപ്പര് അങ്ങനെ ഈ പരസ്യപലകൊക്കെ വാക്കുകൾ എഴുതി കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എന്ന മാതിരി മൂപ്പര് ഒരുപാട് ആളുകൾക്ക് പക്ഷസിദ്ധാന്തം കൊടുത്ത് ജീവിച്ചിട്ടുണ്ടെന്ന ജാഹിദ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങള് ഇന്ന വാദങ്ങളൊക്കെ പറഞ്ഞോളി, എന്നിട്ട് അങ്ങനെ അവർക്ക് ഓരോരുത്തർക്ക് ഒരു വാദം പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഉദ്ദേശം ഒരു മനുഷ്യന് പറ്റുന്ന മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വാദം പറയണമെന്നൊന്നുമല്ല, അല്ലെങ്കിൽ അത് പ്രാമാണികമാകണമെന്നല്ല, വേറിട്ട് പോകാനും പക്ഷം പിടിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഒരു ബുദ്ധിമാൻ പറഞ്ഞു കൊടുക്കും, ഇന്നതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പക്ഷേക്കാളി പക്ഷമാവുക എന്നുള്ളതാണ്. പക്ഷമില്ല, പക്ഷത്തിന് അപ്പൊ പ്രസക്തി ഉണ്ട് എന്നാണ് എന്റെ വാദം. പിന്നെ സോഷ്യൽ എംപവർമെന്റ് മിഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവിടെ പറയപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കേരളത്തിൽ ചെയ്യാനുണ്ട്, കേരളത്തിന്റെ പുറത്തും ചെയ്യാനുണ്ട്, കേരളത്തിന്റെ പുറത്ത് ഒരു പക്ഷെ കൂടുതൽ ചെയ്യാനുണ്ട്. അപ്പൊ ഞാനിവിടെ ചേർന്ന ഒരുപാട് വാഫികളും വഫിയകളും ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കുറെ കൂടി വിശാലമായി ചിന്തിക്കണം എന്ന് കൂടി ഈ വൈകിയ സമയത്ത് പറയണം. വിശാലമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പൊ നിങ്ങളുടെയൊക്കെ നാട്ടില് ഇപ്പൊ വാഫിക്ക് ഒന്നിച്ചൊരു കാളികാവ് ക്യാമ്പസ്, അല്ലെങ്കിൽ ഒന്നിച്ച് വേറൊരു ക്യാമ്പസ്, അങ്ങനെ കാത്തിക്കണ്ട, എല്ലാം നടക്കട്ടെ. പ്രാദേശികമായിട്ട് നിങ്ങളുടെ എല്ലാ ശക്തികളും, വാഫി കമ്മ്യൂണിറ്റി, വാഫി വിദ്യാർത്ഥികൾ, ഒഫിയ വിദ്യാർത്ഥികൾ, വാഫി അലുമിനി, ഒഫിയ അലുമിനി, അർഹാമ്, രക്ഷിതാക്കൾ, വെൽവിഷേഴ്സ്, എല്ലാരും കൂടി ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ എല്ലാ പോക്കറ്റുകളിലും നടത്തുക. വടക്കേ ഇന്ത്യയിലും നടത്തുക, തെക്കേ ഇന്ത്യയിലും നടത്തുക, എല്ലായിടത്തും നടത്തുക. അത് നടത്തുന്നത് ഒരു കൃത്യമായ വിലാസത്തിലാണെന്നൊരു നിർബന്ധമില്ല. ഇപ്പൊ ഞങ്ങൾ വാഫികൾ ചെയ്താൽ അത് ശരി, ബാക്കിയുള്ളവർ ചെയ്താൽ തെറ്റ്. എന്തിനാ അങ്ങനെ പറയണത്? കാര്യം നടക്കണം, നടക്കേണ്ട കാര്യം നടക്കണം, നടക്കേണ്ട വിധം നടക്കണം, പിന്നെ അതിനൊക്കെ പിന്തുണ. അതാണ് പക്ഷമില്ല പക്ഷം. കാര്യങ്ങൾ നടക്കട്ടെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുമാറാവട്ടെ. അള്ളാഹു ഈ മാസം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിന സ്സുഅദാഇൽ മഖ്ബൂലീൻ വലാ തജഅൽനാ മിനൽ അശ്ഖിയാഇൽ മത്റൂദീൻ. ربنا إن لك في هذا اليوم وفي كل يوم من أيام رمضان عتقاء وطلقاء وخلصاء وأمناء من النار واجعلنا واجعل آباءنا وأمهاتنا وذوينا من تلك الرقاب يا رب العالمين. اللهم اجعلنا ممن شهد لهم شهر رمضان ولا تجعلنا ممن خصمهم شهر رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا وبارك لنا بجاه سيد الأنبياء والمرسلين. آمين آمين آمين. السلام عليكم.